ഒരു മണ്ഡലകാലം കൂടി വരവായി. മലയ്ക്കു പോകാൻ മാലയിടുന്നതിന് മുമ്പ് അയ്യപ്പസ്വാമിയെ അറിയണം. ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും പുണ്യമാണ് മണ്ഡലകാലം. ഓരോ മനുഷ്യനും അയ്യപ്പസ്വാമിയായി മാറുന്ന പുണ്യകാലം. പാപമോക്ഷത്തിനായി പമ്പയിൽ കുളിച്ച 18 പടി ചവിട്ടി ദർശനം നടത്താൻ തിരക്ക് കൂട്ടുന്ന അയ്യപ്പന്മാരുടെ വിശുദ്ധിയുടെ കാലം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ദർശന സാഫല്യത്തിനായി ഓരോ ഭക്തനും കാത്തിരിക്കുകയാണ്. വിശുദ്ധിയുടെ ഈ കാലത്ത് ഓരോ അയ്യപ്പ ഭക്തരും ശബരിമലയെക്കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ഭക്തരും ദർശനം നടത്തുന്ന പുണ്യസ്ഥലമാണ് ശബരിമല. ഐതിഹ്യവും ചരിത്രവുമെല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് ശബരിമല. തലമുറകളായി നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട പല കഥകളുമുണ്ട്. ഭഗവാൻ പരമശിവന് വിഷ്ണുമായയിൽ പിറന്ന പുത്രനാണ് അയ്യപ്പൻ എന്നാണ് ഐതിഹ്യം. കുട്ടികളില്ലാതിരുന്ന പന്തള രാജാവിന് കാട്ടിൽ നിന്നാണ് മണികണ്ഠനെ ലഭിച്ചതെന്നും ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. അയ്യപ്പ സ്വാമിയുടെ ജനനത്തെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും ധാരാളം ഐതിഹ്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെക്കുറിച്ച് പലവിധത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ധർമ്മശാസ്താവിൻ്റെ അംശമായ അയ്യപ്പസ്വാമി നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് അവിടെ ഋതുമതികളായ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ ശബരിമലയിൽ ദർശനം നടത്തരുത് എന്ന് പറയുന്നത് എന്നാണ് വിശ്വാസം. ശബരിമലയിലേക്കുള്ള യാത്ര അതികഠിനമായതുകൊണ്ടും ആർത്തവ സമയങ്ങളിലും മറ്റുമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവുമെല്ലാം സ്ത്രീകൾക്കും ശബരിമല യാത്ര വിലക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, ശബരിമല വ്രത കാലയളവിൽ വളരെ കഠിനമായ വ്രതനിഷ്ഠയിലൂടെയാണ് ഓരോ അയ്യപ്പന്മാരും യാത്ര ചെയ്യുന്നത്. ശബരിമല വ്രതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മണ്ഡലകാലം ആരംഭിച്ച് 41 ദിവസത്തേക്കാണ് അയ്യപ്പന്മാർ വ്രതമെടുക്കുന്നത്. ശബരിമല തീർത്ഥാടനം പൂർണ്ണമാകണമെങ്കിൽ ആചാരങ്ങൾ കൃത്യമായി പാലിക്കണം. 41 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ 41 ദിവസത്തെ വ്രതത്തിൻ്റെ ബലത്തിലാണ് ഓരോ അയ്യപ്പനും മല ചവിട്ടുന്നത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉറപ്പിനും സ്വസ്ഥതയ്ക്കും ഈ വ്രതം വളരെയധികം സഹായിക്കുന്നു. വ്രതം തുടങ്ങുന്നതോടെ മാലയിട്ട് മലയ്ക്ക് പോകാൻ ഓരോ അയ്യപ്പനും തയ്യാറാവുന്നു. വ്രതം തുടങ്ങുന്നതിനായി തുളസിമാലയോ രുദ്രാക്ഷമാലയോ ആണ് അണിയുന്നത്. മാലയിടുമ്പോൾ ശനിയാഴ്ച ദിവസമോ ഉത്രം നക്ഷത്രമോ നോക്കിയിടുന്നതും എന്തുകൊണ്ടും നല്ലതാണെന്നും വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിൽ വെച്ച് ഗുരുസ്വാമിയുടെ കാർമ്മികത്വത്തിൽ വേണം മാലയിടാൻ. സൂര്യൻ ഉദിക്കും മുമ്പ് എഴുന്നേറ്റ് 2 നേരവും കുളിക്കണം. പുലർച്ചെ എഴുന്നേറ്റ് വ്രതചര്യയോടെ ശരീരശുദ്ധി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. രാവിലെയും വൈകിട്ടും കുളിച്ച് ഭഗവാൻ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കണം. ഇതോടൊപ്പം ശരണം വിളിയും വേണം. ഓരോ ഭക്തന്റെയും മനസ്സിലെ ദുശ്ചിന്തകളെ ഇല്ലാതാക്കി മനസ്സ് ശുദ്ധീകരിക്കുന്നതിന് ഈ ശരണം വിളി സഹായിക്കും. വ്രതനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയ്യപ്പന്മാർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ബ്രഹ്മചര്യം. വ്രതാനുഷ്ഠാന കാലത്ത് ബ്രഹ്മചര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാമക്രോധ മോഹങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്ന് നിത്യബ്രഹ്മചാരിയായ അയ്യപ്പനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു വേണം ഓരോ അയ്യപ്പസ്വാമിയും ശബരിമല ചവിട്ടാൻ. സ്ത്രീ സംസർഗം പൂർണ്ണമായും ഉപേക്ഷിക്കണം. ആഹാരത്തിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ അത്യാവശ്യമാണ്. ഒരു കാരണവശാലും മാംസാദികൾ കഴിക്കാൻ പാടില്ല. മാത്രമല്ല, പഴകിയ ഭക്ഷണ സാധനങ്ങളും ഒരിക്കലും കഴിക്കരുത്. ശരീരത്തെ ശുദ്ധീകരിക്കാൻ ഭക്ഷണത്തിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ മാംസാദികളും മറ്റ് ലഹരികളും ഉപയോഗിക്കാൻ പാടില്ല. ഒരിക്കലും വ്രതം തുടങ്ങിയാൽ മുടി വെട്ടുകയോ താടി വടിക്കുകയോ ഒന്നും ചെയ്യരുത്. മാത്രമല്ല, മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വെക്കണം. ഒരു കാരണവശാലും സ്ത്രീകളുമായി മോശ സംസ്കൃതം പാടില്ല. ഇതെല്ലാം നമ്മുടെ വ്രതത്തെ തെറ്റിക്കുന്നതാണ് എന്ന ചിന്ത മനസ്സിലുണ്ടായിരിക്കണം. അയ്യപ്പൻ കറുപ്പ് വസ്ത്രധാരിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ അയ്യപ്പ ഭക്തനും വ്രതാനുഷ്ഠാനത്തോടെ മലയ്ക്ക് മാലയിട്ട് തുടങ്ങിയാൽ കറുപ്പ് വസ്ത്രം ധരിക്കണം. ചിലർ കാവ്യവസ്ത്രങ്ങളും ധരിക്കാറുണ്ട്. നീലവസ്ത്രവും അയ്യപ്പസ്വാമിയുടെ പ്രിയപ്പെട്ട നിറം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണം. 41 ദിവസത്തെ കഠിനവ്രതത്തോടെ വേണം ശബരിമല ചവിട്ടാൻ. 18 പടി കയറി ഇരുമുടിക്കെട്ടുമായി വേണം മലയ്ക്ക് പോകാൻ. ക്ഷേത്രത്തിലാണ് സാധാരണയായി കെട്ടുമുറുക്കുന്നത്. എന്നാൽ വീട്ടിലും ശുദ്ധിയോടെ ഇത് ചെയ്യാവുന്നതാണ്. ഗുരുസ്വാമിയുടെ കാർമ്മികത്വത്തിൽ വേണം കെട്ടു നിറയ്ക്കാൻ. ശബരിമല ദർശനം വാശിയിലോ ദേഷ്യത്തിലോ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമല്ല. ഭക്തിയോടെ ആയിരിക്കണം ഓരോ അയ്യപ്പനും മല ചവിട്ടേണ്ടത്.